ഹലോ. അങ്ങനെ ഞങ്ങൾ ഗെയിമെല്ലാം കളിച്ചു, ഗെയിംസിലെല്ലാം കയറി അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ അവിടെ നിന്ന് നേരെ നമ്മൾ വരുന്നത് ബാഹുബലി സെറ്റിലേക്കാണ്. ഈ കാണുന്നതാണ് ബാഹുബലി സെറ്റിൻ്റെ ആ കൊട്ടാരത്തിനകത്തുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് ഫോട്ടോസ് ഞങ്ങൾ എടുത്തു. ഈ കാണുന്നത് കണ്ടോ, ഇതിനകത്തെല്ലാം ആ കൊട്ടാരത്തിലെ ദൃശ്യങ്ങൾ. നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ വിചാരിക്കും ഒറിജിനൽ ആളുകളായി ഇരിക്കുന്നതെന്ന്. ശരിക്കും അത് ഒറിജിനൽ അല്ല, ബിംബങ്ങളാണ്. പക്ഷെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ബാഹുബലി സിനിമ കണ്ടവർക്ക് ഈ സീനൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഇതിനകത്തുനിന്ന് ആ ഡമ്മിയൊക്കെ മാറ്റിയിട്ട് ആ സമയത്ത് ഒറിജിനൽ ആളുകളായി. ഈ കൊട്ടാരത്തിനകത്തെ ദൃശ്യങ്ങളും ഈ ഒരു കാര്യങ്ങൾ, ആ ഒരു വർക്കൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത് നല്ല ഒറിജിനാലിറ്റി ആണല്ലേ. നല്ല ഭംഗിയാണ് കാണാൻ. അകത്തെ ഓരോ വർക്കുകളും ഒരുപാട് സ്ട്രെയിൻ എടുത്തല്ലേ. എത്ര ദിവസത്തെ വർക്കായിരിക്കും അവരിങ്ങനെല്ലാം ചെയ്തെടുത്തത്. നമുക്ക് നടന്ന് ഫോട്ടോസ് എടുക്കാനും ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് സമയം നമുക്കതൊക്കെ നടന്ന് കാണാനായിട്ടുണ്ട്. ആ കൊട്ടാരത്തിലെ ദൃശ്യങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നീട് നമ്മളെ കൊണ്ടുപോയത് ബാഹുബലിയുടെ മെയിൻ സെറ്റിലേക്കാണ്. ഈ കാണുന്നതാണ്. നമ്മൾ ബസ്സിൽ ഇപ്പം അവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളെ ആ ഒരു ബസ്സിൽ ഉള്ള ആളുകൾ ഫുള്ള് അവിടെ ഇറങ്ങി ആ ഒരു കാഴ്ച, വെളിയിൽ നിന്നുള്ള വ്യൂസ് എല്ലാം കണ്ട് അകത്തോട്ട് പോവുകയാണ്. ഏക്കർ കണക്കിന് സ്ഥലത്തിലാണ് ആ ബാഹുബലിയുടെ സെറ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കവിടെ പോയി ഇതൊക്കെ കണ്ടപ്പോൾ ഒരു കിളി പോയ അവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ ഓടി നടന്ന് ഫോട്ടോസ് എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്ത് എൻ്റെ ഫോൺ ഇടയ്ക്ക് വെച്ചൊന്ന് ഹാങ് ആവുകയൊക്കെ ചെയ്ത് അത്രയ്ക്കും വീഡിയോസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അപ്ലോഡ് ചെയ്യാനും പറ്റുന്നില്ല. കാര്യം അതൊരുപാട് ലാഗായി പോവും. കണ്ടില്ലേ, ഞാൻ അവിടെ ബാഹുബലി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എനിക്ക് കിളി പോയെന്ന് വിചാരിക്കരുത്. സത്യത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഹാപ്പി മൂഡായിരുന്നു ഇതൊക്കെ കണ്ടപ്പം. നമ്മളൊരു പ്രത്യേകം, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ, വേറൊരു ലോകത്തിലായിരുന്നു നമ്മൾ. ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരു ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം മാത്രം ഒന്ന് പോയി കാണാൻ പറ്റുന്ന, പൈസ ഉള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. നമ്മളിപ്പം ഒരു പ്രാവശ്യം ഒന്ന് പോയി എല്ലാം ഒന്ന് കണ്ടിരിക്കാമെന്ന് വെച്ച്. കാര്യം അത്രയ്ക്കും വേണ്ടിയുണ്ട് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും ഒക്കെ. അതുപോലുള്ള സ്ട്രെയിനും ഉണ്ട്. കാര്യം രാവിലെ 9:30 മുതൽ നടക്കാൻ തുടങ്ങിയതാണ്. വൈകുന്നേരം 6-6:30 വരെയാണ്. നമ്മൾ അത്രയ്ക്കും വേണ്ടി കാണാനുണ്ട്. പിന്നെയും കുറച്ച് സ്ഥലങ്ങളൊന്നും ഞങ്ങൾ കയറിയതുമില്ല. എന്നിട്ട് തന്നെ അത്രയും സമയമെടുത്ത് എല്ലാ സ്ഥലങ്ങളും ഒന്ന് ഇതിനകം തന്നെ എന്തും വേണ്ടി സ്ഥലമുണ്ടെന്നറിയോ. അത്രയും നടന്ന് കാണണം. പിന്നെ ഓരോ പോയിന്റും, ഓരോ ഷൂട്ട് പോയിന്റും നമ്മൾ പോയി നിന്ന്, പിന്നെ എല്ലായിടവും ഇത്രയും നടന്ന് കാണുമ്പോഴത്തേക്ക് നമ്മൾ തളർന്നു പോവും. നല്ല വെയിലുമായിരുന്നു. നമ്മൾ പോയ ആ സമയം നല്ല വെയിലും നല്ല ചൂടും. ആ ഒരു ചൂടൊന്നും അടിക്കാതിരിക്കാനാണ് ഞാൻ ആ ക്യാപ്പ് വെച്ചിരിക്കുന്നത് തന്നെ. അത്രയ്ക്കും വേണ്ടി നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ടയേർഡായിപ്പോയി. കുറച്ച് ഈ ബാഹുബലിയുടെ സെറ്റിൽ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് അങ്ങ് ക്ഷീണിച്ച്. നമ്മൾ ഓരോ സൈറ്റിൽ ചെല്ലുമ്പോഴും അവിടെ എല്ലാം കോഫി ഷോപ്പും ഡ്രിങ്ക്സും ഒക്കെ ഒരുപാട് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്തെന്ന് വെച്ചാൽ നമുക്ക് മേടിച്ച് കുടിക്കാനും ചെറിയ രീതിയിലുള്ള സ്നാക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടുത്തെ സ്റ്റാളിൽ നിന്ന് നമ്മൾ കരിമ്പിൻ ജ്യൂസ് കുടിച്ചായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത്. അതിനകത്ത് ലെമൺ ജ്യൂസും കൂടെ ഒക്കെ ഒഴിച്ചിട്ട് അയാൾ മെഷീനിലാണ് ആ കരിമ്പിൻ ജ്യൂസ് തയ്യാറാക്കി തന്നത്. നല്ല ടേസ്റ്റായിരുന്നു, നല്ലതായിരുന്നു. ഈ കാണുന്ന കൊട്ടാരമൊക്കെ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. മകിഴ്മതി കൊട്ടാരം, മറ്റേ ബാഹുബലിയിൽ നമ്മൾ കണ്ട ആ ഒരു വിഷ്വലാണ്. ഇതിപ്പോൾ ഇത്രയും അടുത്ത് നമ്മൾ സിനിമയിൽ ഇത്രയും കോടി ചിലവാക്കിയെടുത്ത ആ ഒരു സിനിമയുടെ ലൊക്കേഷനും കാര്യങ്ങളും ആ ഒരു ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയതും, ആ ഒരു സ്ഥലങ്ങളെല്ലാം പോയി സന്ദർശിച്ച് അവിടെയൊക്കെ ഇരിക്കാനും കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയതൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്.
ഈ കാണുന്ന രഥം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് ബാഹുബലിയിലെ ഫസ്റ്റ് സീൻ കാണിക്കുമ്പോൾ ഉള്ള ആ രഥമാണ്. പക്ഷെ അത് ചെയ്തു വച്ചിരിക്കുന്ന ആ ഒരു രീതി അത് ശരിക്കും തടിയിൽ തന്നെയാണ് കേട്ടോ. അതിങ്ങനെ എല്ലാവരും വന്ന് ആ കയറ് വെച്ച് വലിക്കുന്നുണ്ടത്. അപ്പം ഞാനും പോയി അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ആ രഥത്തിൻ്റെ അടുത്ത് നിന്ന് കണ്ട് അതിൻ്റെ ഹൈറ്റും എന്തും വേണ്ടി അത്ര ഹൈറ്റിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. കാണാൻ അത്രയ്ക്ക് നല്ല കൊത്തുപണിയാണ് അതിന് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ആ ഒരു വർക്ക് തന്നെ, ആ ഒരു എന്ത് ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്.